നമ്മുടെ സുഹൃത്തിൻ്റെ കമൻറ്റിൽ ആദ്യ ഭാഗത്തിനാണ് കഴിഞ്ഞ വീഡിയോയിൽ മറുപടി പറഞ്ഞത്. ഈ തുടർന്നുള്ള വാചകങ്ങൾ വായിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച വിശദീകരണം തന്നെയാണ് താങ്കൾ നൽകുന്നത്. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഈ ഖുർആൻ ആർക്കാണ് വഴികാട്ടിയാവുന്നതും ഉപകരിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് വേദപുസ്തകം, അതിലൊട്ടും സംശയമില്ല. തഖ്വ പാലിക്കുന്നവർക്കിത് വഴികാട്ടി. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. താങ്കൾക്ക് ഇതിൽ പറഞ്ഞ ഗുണങ്ങൾ ഒന്നുമില്ലല്ലോ. ശരി, നമുക്ക് ഇദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ഖുർആൻ വാക്യം എന്താണ് എന്നൊന്ന് നോക്കാം. ഫാത്തിഹ കഴിഞ്ഞുള്ള സൂറത്ത് എന്ന് പറയുന്നത് ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയാണ്. ഈ സൂറത്തുൽ ബഖറയിൽ തുടങ്ങുന്ന ആദ്യത്തെ 3 വാക്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് എനിക്ക് ഇതുകൊണ്ട് ഒരു ഗുണം കിട്ടില്ല എന്ന് നമ്മുടെ സുഹൃത്ത് പറയുന്നത്. നമുക്ക് ഖുർആനിലെ അൽ ബഖറ എന്ന ഈ 2-ാം അധ്യായത്തിലെ ഇദ്ദേഹം ഉദ്ധരിച്ച ആ വാക്യങ്ങൾ തന്നെ എടുത്തുകൊണ്ട് ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ. ഖുർആനിൽ അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് 3 അക്ഷരങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ്. അത് ഇദ്ദേഹം അവിടെ ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹം 2-ാമത്തെയും 3-ാമത്തെയും വാക്യമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ 1-ാമത്തെ വാക്യം മുതൽ തന്നെ തുടങ്ങാം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാണ് അദ്ദേഹം ഉദ്ധരിച്ച വാക്യങ്ങൾ. അതിലെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന് ശേഷം ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞതിന് ശേഷം ലാ റൈബ ഫീഹി എന്ന് പറയുന്നു. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സന്ദേഹവും ഇല്ല, അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ്. ഏതിലാണ് സംശയമില്ലാത്തത്? ഏതിലാണ് സംശയമില്ലാത്തത് എന്ന കാര്യത്തിൽ പോലും സംശയം തീർന്നിട്ടില്ല എന്നതാണ് ഈ 3 വാക്യത്തിൽ തന്നെയുള്ള കോമഡി. അത് ഞാൻ ആദ്യം മുതൽ പറയാം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ ALM എന്ന 3 അക്ഷരങ്ങൾ എഴുതുന്നത് പോലെ അറബി ഭാഷയിലുള്ള അലിഫ് ലാം മീം എന്ന് പറഞ്ഞ 3 കേവല അക്ഷരങ്ങളാണ്. അതൊരു വാക്യമല്ല, അതൊരു വാക്കുപോലും അല്ല. 3 അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ 3 അക്ഷരങ്ങൾ കൊണ്ട് ഖുർആനിലെ ആദ്യത്തെ ഈ വലിയ അധ്യായം അല്ലെങ്കിൽ ഖുർആൻ തന്നെ ആരംഭിക്കുന്നത് എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണിതിൻ്റെ അർത്ഥം എന്ന കാര്യത്തിൽ ഇന്ന് വരെ ലോകത്ത് ഒരു ഇസ്ലാമിക പണ്ഡിതനും ലോകത്ത് ഒരു ഖുർആൻ വ്യാഖ്യാതാവിനും സംശയം തീർക്കുന്ന ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നിങ്ങളിത് നോക്കൂ. ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ നിന്ന് ആണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ അലിഫ് ലാം മീം എന്നതിൻ്റെ താഴെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. അലിഫ് ലാം മീം. അലിഫ് സ്റ്റാൻഡ്സ് ഫോർ അള്ളാഹ്, ലാം ഫോർ ദ ഏഞ്ചൽ ഗബ്രിയേൽ ആൻഡ് മീം ഫോർ മുഹമ്മദ്. ഇതാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. ഹദീസുകളും നബി വിശദീകരിച്ചതായിട്ടും ഒക്കെ പറയുന്ന പലരും പറഞ്ഞ പല അഭിപ്രായങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലാദ്യത്തെ അഭിപ്രായമാണ് അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, ലാം എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ എന്ന മാലാഖ. ഗബ്രിയേലിൻ്റെ പേരും ഈ ലാമും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മനസ്സിലാവുന്നില്ല. മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ്. അപ്പോൾ അള്ളാഹു, ജിബ്രീൽ എന്ന മലക്ക്, മുഹമ്മദ്, ഈ 3 പേരെയും ആണ് അലിഫ് ലാം മീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു കൂട്ടരുടെ ഒരു അഭിപ്രായം. തീർന്നില്ല. ഇറ്റ് ഈസ് ഓൾസോ സെഡ് അലിഫ് സ്റ്റാൻഡ്സ് ഫോർ അള്ളാഹ്സ് ബ്ലെസ്സിങ്സ്, ലാം ഫോർ ഹിസ് കൈൻഡ്നെസ് ആൻഡ് മീം ഫോർ ഹിസ് ഡൊമീനിയൻ, മുൽക്ക്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും അള്ളാഹുവിൻ്റെ രാജാധികാരത്തെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയുമാണ് അലിഫ് ലാം മീം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് 2-ാമത്തെ അഭിപ്രായം. തീർന്നില്ല.
It is also said that Alif stands for the beginning of the name Allah, Lam for the beginning of his name, the kind, and Mim for the beginning of his name, the glorious. അള്ളാഹുവിൻ്റെ 3 പേരുകൾ ലത്തീഫ്, മജീദ്, അള്ളാഹ്, ഈ 3 പേരുകളെയാണ് ഈ 3 അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. തീർന്നില്ല. It is also said that only Allah knows the meaning of these disjointed letters. ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ്. While some maintain that it is an oath that he made. വേറെ ചില ആൾക്കാർ പറയുന്നത് ഇത് അള്ളാഹു ഈ 3 അക്ഷരങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ് എന്ന്. ഇപ്പം എത്ര അഭിപ്രായമായി? 5 അഭിപ്രായങ്ങൾ ഇവിടെ തന്നെ വന്ന്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഖുർആനിലെ ആദ്യത്തെ ഏറ്റവും വലിയ അധ്യായം, ഖുർആൻ തന്നെ തുടങ്ങുന്നത് അതുകൊണ്ടാണ്, ഈ അധ്യായം കൊണ്ടാണ്. ഫാത്തിഹ സൂറത്ത് ഖുർആനിലുള്ളതല്ല എന്ന അഭിപ്രായം ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുർആൻ്റെ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹ സൂറത്ത് ഒരു പ്രാർത്ഥനയാണ്, ഇത് മനുഷ്യൻ ദൈവത്തിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് അള്ളാഹു പഠിപ്പിച്ച എന്നൊരു പ്രാർത്ഥന ആയതുകൊണ്ട് അവിടെ ഒട്ടിച്ചു എന്നേ ഉള്ളൂ, ഖുർആനിൽ പെട്ടതല്ല എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഖുർആൻ തന്നെ തുടങ്ങുന്നത് ഈ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. ആ 3 അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് ആർക്കും അറിയില്ല, അള്ളാഹുവിന് തന്നെ അറിയുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. ആ അലിഫുലാം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ആ പുസ്തകം, ദാലിക്കൽ കിതാബ്, ആ പുസ്തകം, ആ കിതാബ്, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദല്ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയുള്ളവർക്ക് വഴികാട്ടിയാണ്. ഇവിടെ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കിതാബ് ഏതാണ് ഇതുവരെ തീരുമാനമായിട്ടില്ല. പലരും പറയുന്ന പല അഭിപ്രായം. ദാലിക്ക എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഇത് ഖുർആൻ അല്ല എന്നൊരു അഭിപ്രായം. കാരണം ദാലിക്ക എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എന്നാണ് വരിക. ഹാദാ കിതാബുൻ എന്നാണെങ്കിൽ ഈ പുസ്തകം എന്നാണ് അർത്ഥം വരിക. പക്ഷേ ഇവിടെ ഹാദാ എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ദാലിക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പുസ്തകം എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന, ഇത് എഴുതി വച്ചിട്ടുള്ള ഈ പുസ്തകത്തെ പോലും ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേറെ പുസ്തകമാണ് എന്ന അഭിപ്രായങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ അലിഫ് ലാം മീം എന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് പോലും സംശയം തീർന്നിട്ടില്ല, അള്ളാഹ്ക്ക് പോലും അറിയുമെന്നുള്ള കാര്യം സംശയമാണ്. മുഫസ്സിറുകൾക്ക് യാതൊരു പിടുത്തം കിട്ടിയിട്ടില്ല, 5-6 അഭിപ്രായങ്ങൾ പറഞ്ഞവർ തർക്കിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് പറയുന്നത് സംശയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹാദാ കിതാബ് എന്ന് പറയുന്നതിന് പകരം ദാലിക്കൽ കിതാബ് പറഞ്ഞതുകൊണ്ട് അത് ഖുർആനിനെ കുറിച്ചാണോ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയ പുസ്തകം ലൗഹുൽ മഹ്ഫൂദ് എന്ന ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന പുസ്തകമാണോ, ഇനി അതോ വിധി പുസ്തകമാണോ, അത് വേറെ ഏതെങ്കിലും പുസ്തകമാണോ എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം സംശയം തീർന്നിട്ടില്ല, ദാലിക്കൽ കിതാബു സംശയം തീർന്നിട്ടില്ല, ലാ റൈബ ഫീഹി ഇതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞില്ലേ കഥ? ഹുദല്ലിൽ മുത്തഖീൻ, ഇത് തഖ്വയുള്ളവർക്ക് ഭയങ്കര വഴികാട്ടിയാണെന്ന്. അപ്പോൾ ഭക്തിയുള്ളവർക്ക് വഴികാട്ടിയാണ്, പക്ഷേ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ തുടക്കം തന്നെ ആകെ കോമഡിയാണ്. വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറയുന്ന പുസ്തകത്തിൽ തുടക്കം തന്നെ വൈരുദ്ധ്യമാണ്. സംശയങ്ങളില്ല എന്ന് പറയുന്ന പുസ്തകം സംശയം കൊണ്ടാണ് തുടങ്ങുന്നത്. സംശയം ഇന്നുവരെ ആർക്കും തീർന്നിട്ടില്ല, അള്ളാഹ്ക്ക് പോലും സംശയം തീർന്നിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ സംശയമില്ല എന്ന്. ഈ രണ്ടാമത്തെ വാക്യത്തിൻ്റെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന വാക്യത്തിൻ്റെ താഴെ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള വിവരണങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് മുഹമ്മദ് ഈസ് റെസൈറ്റിംഗ് ടു യു. ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ് ഹാസ് കം ഫ്രം മീ. If you believe in it, I shall guide you. But if you do not believe in it, I will torment you. It is also said that Dalikal Kitabu refers to the guarded tablet. ഈ ഗാർഡഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ അള്ളാഹിൻ്റെ അടുത്തുള്ള ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദിൻ്റെ ഇംഗ്ലീഷാണ് ഗാർഡഡ് ടാബ്ലറ്റ്. It is also said that this means this is the book that I promised to reveal to you on the day of the covenant, Yawmul
മിത്താഖ്. മിത്താഖ് എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾക്ക് അവതരിപ്പിക്കും, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്ന് അള്ളാഹു പ്രോമിസ് ചെയ്യുന്ന ആ കിതാബാണ് എന്നാണ് വേറെ ഒരർത്ഥം. ഇറ്റ് ഈസ് ആൾസോ സെഡ് ദിസ് മീൻസ് ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ട്രൈറ്റ്സ് ഓഫ് മുഹമ്മദ് ആർ ഫൗണ്ട് ഇൻ ദി തോറ ആൻഡ് ദി ഗോസ്പൽ. ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ജൂതന്മാരുടെ തോറയിലും വിവരിച്ച് തന്നിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആ കിതാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. ചുരുക്കി പറഞ്ഞാൽ അലിഫ് ലാം മീം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. 5-6 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഏത് കിതാബാണ് എന്ന കാര്യത്തിൽ ഒരു 5-6 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയം തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ലാ റൈബ ഫീഹി, ഇതിൽ ഒരു സംശയവുമില്ല. അതിൽ ഏതിലാണ് സംശയമില്ലാത്തത്? അള്ളാൻ്റെ റൗഹുൽ മഹ്ഫൂദിലാണോ സംശയമില്ലാത്തത്? അതോ നമ്മുടെ വിധി പുസ്തകത്തിലാണോ സംശയമില്ലാത്തത്? അതോ ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും വേദഗ്രന്ഥത്തിലാണോ സംശയമില്ലാത്തത്? അതോ ഈ ഖുർആനിലാണോ സംശയമില്ലാത്തത്? അതും വ്യക്തമല്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കിത് വഴികാട്ടിയാണ്. ഏത് വഴികാട്ടിയാണ്? ഖുർആനെ കുറിച്ചാണോ പറയുന്നത്? ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണോ പറയുന്നത്? തൗറാത്തിനെ കുറിച്ചാണോ പറയുന്നത്? ഒന്നും അറിയില്ല. ഇതാണ് ഖുർആൻ വായിച്ച് തുടങ്ങുമ്പോഴുള്ള തുടക്കത്തിൽ തന്നെയുള്ള കോമഡി. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തഖ്വയുള്ളവർക്ക് വഴികാട്ടി എന്ന് പറഞ്ഞതിന് ശേഷം ഈ വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഗൈബിൽ, അതായത് അഭൗതിക അദൃശ്യ ലോകം വിശ്വസിക്കുന്നവരാണ് അവർ. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. അപ്പോൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് ഈ തഖ്വയുള്ളവർ. അവർക്കാണ് ഇത് വഴികാട്ടി. നമസ്കാരം നിർവഹിക്കുകയും കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ആരാണ് ഈ ഗൈബിൽ വിശ്വസിക്കുന്നവർ? അഭൗതിക അദൃശ്യ ലോകത്തിൽ വിശ്വസിക്കുന്നവർ ആണ് ആര്? ഈ തഖ്വയുള്ളവർ. ഇതിൽ നിന്ന് ഇത് വഴികാട്ടിയാകും എന്ന് ഓഫർ ചെയ്യുന്ന ആ ആൾക്കാരുടെ ഒരു ഗുണവിശേഷമാണ് പറയുന്നത് ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ, നിസ്കരിക്കുന്നവരാണ്, പിന്നെ ചെലവഴിക്കുന്നവരാണ്. ഈ ഗൈബ് എന്താണ്? അഭൗതിക അദൃശ്യ ലോകം എന്നാണ് ഇദ്ദേഹം അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത അദൃശ്യ കാര്യങ്ങൾ, നമുക്ക് അറിയാൻ പറ്റാത്ത, നമുക്ക് നേരിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത, നമ്മുടെ അറിവിനും സംവേദനശേഷിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളെയാണ് ഗൈബ് എന്ന് പറയുന്നത്. മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ. അതിൽ വിശ്വസിക്കുന്നവർ ഏത് ഗൈബിലാണ് വിശ്വസിക്കേണ്ടത്? ഇവിടെ ഗൈബ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഗൈബ്. ഖുർആനിൽ പറയുന്ന ഗൈബുകളുടെ കാര്യം തന്നെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഗൈബിൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. ബോധ്യപ്പെടുന്ന ഒരു ഗൈബ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ഗൈബല്ല ഉള്ളത്. ഗൈബിൻ്റെ ഒരു പാരാവാരം തന്നെ എനിക്ക് ചുറ്റുമുണ്ട്. ചന്തക്കച്ചവടം പോലെ ആയിരക്കണക്കിന് ഗൈബുകൾ എൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഗൈബ് കച്ചവടക്കാരെ എന്നെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നറിയില്ല. ഇസ്ലാമിൻ്റെ ആളുകൾ, അതിൽ തന്നെ മൗദൂദികൾ, പിന്നെ വഹാബികൾ, സുന്നികൾ, സൂഫികൾ, അങ്ങനെ പല തരക്കാരായിട്ടുള്ള ആൾക്കാർ, ഖുർആനിസ്റ്റുകൾ, ഹദീസുവാദികൾ, ഹദീസ് വേണ്ടാത്തവർ, ഇങ്ങനെ 1,000 ഗ്രൂപ്പുകളായിട്ട് ഓരോരുത്തരും വേറെ വേറെ ഗൈബിൻ്റെ ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന ഈ ചന്തയിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഗൈബ് വാങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നാൽ മുസ്ലിങ്ങളായ ഈ പറഞ്ഞ കൂട്ടർ മാത്രമല്ല ഗൈബിൻ്റെ കച്ചവടത്തിന് ഇരിക്കുന്നത്. ക്രിസ്ത്യാനികൾ അവിടെ അവരുടെ ഗൈബും കൊണ്ടിരിക്കുന്നുണ്ട്. ജൂതന്മാരവിടെ വേറെ ഗൈബും കൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഇവിടെ ഒരുപാട് ഗൈബും കൊണ്ട് ഓരിയിരിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഗൈബുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കുറേ എണ്ണത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്ന് ലോകത്ത് പല ഭാഗത്തും നമുക്ക് കാണാം. ലോകത്ത് പല ഭാഗത്തായിട്ട് ഒരുപാട് ഗൈബുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ഗൈബുകൾ എനിക്ക് ചുറ്റുമുണ്ട്. ഞാൻ അതിൽ നിന്ന് വിശ്വസിക്കാൻ വേണ്ടി ഏത് ഗൈബ് തിരഞ്ഞെടുക്കണം? എൻ്റെ അടിസ്ഥാന പ്രശ്നം അതാണ്. ഞാൻ ഒരു ഉമ്മാൻ്റെ ഗർഭത്തിൽ ജനിച്ചു. ആ ഉമ്മയും ആ ബാപ്പയും ഒരു ഗൈബിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് അവരുടെ ഗൈബ് സ്വീകരിച്ചവരാണ് നമ്മൾ അധിക പേരും. ഞാൻ അങ്ങനെ ആയിരുന്നു സ്വീകരിച്ചത്. ഇനി എൻ്റെ ഈ സുഹൃത്ത് അങ്ങനെ സ്വീകരിച്ചതാണോ അതോ ഇനി പുറത്തു നിന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ ആവാനാണ് സാധ്യത. ഇവിടുത്തെ 99.9% ആളുകളും ഒരു ഗൈബ് എടുക്കുന്നത് അവരേത് ഗൈബിൽ വിശ്വസിച്ചിരുന്ന അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണോ ആ അച്ഛനമ്മമാരുടെ ഗൈബിനെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഞാനീ പറഞ്ഞ ഗൈബിൻ്റെ ചന്തയിലുള്ള 1000 ഗൈബുകളെയും പോയി നോക്കിയിട്ട് അതിലേറ്റവും ശരി ഏതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരു ഗൈബ് തിരഞ്ഞെടുത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ആ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമായിട്ട് സ്വീകരിച്ചതൊക്കെ വളരെ വികലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ സ്വീകരിച്ചവർ തന്നെ എല്ലാ ഗൈബിലേക്കും പോയവരുണ്ട്. ഒരു ഗൈബിൽ നിന്ന് വേറെ ഗൈബിക്ക് ചാടിയവരുണ്ട്. പല ഗൈബുകളുള്ളതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്തവരുണ്ട്. അപ്പോഴും നമുക്ക് ഏത് ഗൈബാണ് ശരിയെന്നതിന് നമ്മുടെ മുമ്പിൽ തിരഞ്ഞെടുക്കാൻ ഒരു മാനദണ്ഡം പോലുമില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നത്, എൻ്റെ സുഹൃത്ത് പറയുന്ന ഗൈബ്, ആ ഗൈബ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഗൈബിന് എൻ്റെ മുമ്പിലുള്ള മറ്റു ഗൈബുകളേക്കാൾ എന്തെങ്കിലും മികവുള്ളതായിട്ട് താങ്കൾക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമോ? എന്നിട്ട് ആ ഗൈബാണ് ഏറ്റവും ശരിയായ ഗൈബെന്നും ക്രിസ്ത്യാനിയുടെ ഗൈബും ജൂതൻ്റെ ഗൈബും ഹിന്ദുവിൻ്റെ ഗൈബും പാർസിയുടെ ഗൈബും സിഖിൻ്റെ ഗൈബും മറ്റുള്ളവരുടെ ഗൈബൊന്നും ശരിയല്ല എന്നും ഈ ഗൈബാണ് ശരിയെന്നും എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ ആ ഗൈബ് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അളവുകോലുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ അങ്ങനെ ഒരു അളവുകോലും കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെക്കൂടി ഇതൊക്കെ കൂടെ പരിശോധിക്കാനുള്ള ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന യുക്തിബോധം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ യുക്തിബോധം വെച്ചുകൊണ്ട് ഞാൻ ഈ ഗൈബുകളൊക്കെ അങ്ങനെ പരിശോധിച്ചപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന ഗൈബ് ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടത് ഇതാണ്. അതിലെ ഗൈബുകൾ പലതും ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാന വസ്തുതകൾക്ക്, ശാസ്ത്ര വസ്തുതകൾക്ക്, സാമാന്യ യുക്തിക്ക് ഒന്നും നിരക്കാത്ത മണ്ടത്തരങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇന്ന് ഞാൻ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതാനും 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആകാശത്ത് ഒരുപാട് ഉൽക്കകൾ വീഴാൻ പോവുകയാണ്. ആ വനനിരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞന്മാർ നമ്മൾ അറിയിച്ച ഒരു വാർത്തയാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്ന് രാത്രി ഉൽക്കാവർഷമുണ്ടാവും. ഞാൻ ഈ വായിച്ച ഗൈബ് പുസ്തകത്തിൽ ആ ഉൽക്കാവർഷത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് അള്ളാഹു നക്ഷത്രം പെറുക്കി ചെകുത്താൻ എറിയാണ്. അള്ളാഹു നക്ഷത്രം പെറുക്കി ചെകുത്താൻ എറിയുന്നതാണ് ഉൽക്കകൾ എന്നത് 7-ാം നൂറ്റാണ്ടിലെ അറബികളുടെ ഒരു അന്ധവിശ്വാസമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബോധ്യം അതാണ്. അള്ളാഹു ചെകുത്താനെ എറിയുകയായിരുന്നു എങ്കിൽ അള്ളാഹുവും മലക്കുകളും അവിടെ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് കട്ട് കേൾക്കാൻ വേണ്ടി ആകാശത്തിൻ്റെ ചുവട്ടിൽ പോയി ചെകുത്താന്മാർ അഥവാ ജിന്നുകൾ കാതോർത്ത് നിൽക്കുമ്പോൾ അവരെ അള്ളാഹു കല്ലെടുത്ത് നക്ഷത്രം പെറുക്കി എറിയും എന്ന് പറയുന്ന ഖുർആനിലെ കഥ സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഉൽക്കകൾ വർഷിക്കും എന്ന് എങ്ങനെയാണ് മനുഷ്യർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ അള്ളയും മലക്കുകളും ഇന്ന് അവിടെ മീറ്റിംഗ് കൂടും എന്ന് ആകാശം നോക്കുന്ന ആളുകൾക്ക് തിരിയണ്ടേ? അവർക്കത് മനസ്സിലായെങ്കിലല്ലേ ഇന്ന് ചെകുത്താൻ എറിയും എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അള്ളയും മലക്കുകളും അവിടെ സ്വകാര്യം പറയുമ്പോൾ ചോർത്താൻ ചെല്ലുന്ന ജിന്നുകൾക്ക് നേരെ നക്ഷത്രം പെറുക്കിയുള്ള അള്ളാഹുവിൻ്റെ ചാത്തനേറാണ് ഉൽക്ക എങ്കിൽ ഇന്ന് ചാത്തനേറ് നടക്കും എന്ന് ഇവിടുത്തെ സാധാരണ വാനനിരീക്ഷകരായ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തി നമ്മളോട് പറയാൻ കഴിയുന്നത് എങ്ങനെ? അള്ളയും മലക്കുകളും എപ്പോഴാണ് ചർച്ച ചെയ്യുക, എപ്പോഴാണ് ചെയ്ത്താൻ അവിടെ പോയിട്ട് കാതോർത്ത് നിൽക്കുക, എപ്പോഴാണ് നക്ഷത്രം പെറുക്കി എറിയുക എന്നുള്ളതൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇങ്ങനെ മുൻകൂട്ടി നിരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റുമോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മതി, ഈ പുസ്തകം മണ്ടത്തരങ്ങളുടെ പുസ്തകമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാം. പിന്നെ എന്താണ് ചെയ്യുക? പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഗൈബിലങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഈ ഗൈബിൽ പറയുന്ന പൊട്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും മുഴുവൻ നമ്മൾ ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തി 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 ശരിയാക്കണം. ഈ ചെരുപ്പിന് നമ്മൾ വിടൂല.
ഇത് 6-ാം നൂറ്റാണ്ടിൽ ദ്രവിച്ചു പോയ ഒരു പാളച്ചെരുപ്പാണ്. പക്ഷേ നമുക്കത് വിടാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ ആ ചെരുപ്പിനെ കണക്കാക്കിയിട്ട് നമ്മളെ കാല് ചെത്തുക മിനിക്കുക, ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉൽക്ക വീഴുന്നത് ചൈത്താനേറാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വിമർശിച്ചാലും ഈ സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ ഇനി അത് എങ്ങനെയെങ്കിലും ഉരുട്ടിയും മറിച്ച് വ്യാഖ്യാന ഫാക്ടറിയിലിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഉരുളാണ് ചെയ്യാം. അതാണ് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു മണ്ടത്തരമാകുന്ന കൈബിൽ നമ്മൾ മൂക്കുകുത്തി കിടന്നിട്ട് ആ കൈബിനനുസരിച്ച് നമ്മൾ നമ്മുടെ മുമ്പിൽ ഈ മാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം? അപ്പോൾ അടിസ്ഥാനപരമായി ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രശ്നമാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങളുടെ ഗൈബുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏത് മണ്ടത്തരം ഞാൻ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. എനിക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും സ്വീകരിക്കുന്ന മാനദണ്ഡമാണ് നമ്മളൊക്കെ സ്വീകരിച്ചത്. എന്താണ്? ഉമ്മയും ബാപ്പയും ഇസ്ലാം എന്ന ഗൈബ് വിഴുങ്ങിയവരാണ്. ആ ഗൈബ് നമുക്ക് അവർ മുലപ്പാലിൻ്റെ കൂടെ പകർന്നു തന്നാൽ പിന്നെ കിടക്കട്ടെ, നമുക്കും ആ ഗൈബ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗൈബ് തെറ്റും മറ്റേ ഗൈബ് ശരിയുമാണെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? നിങ്ങളീ പറയുന്ന കഥയനുസരിച്ച് പരലോകത്ത് ചെന്ന് ഈ ഗൈബിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലാണ് ഇടാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ ആ ദൈവം ഈ ദൈവം ആവണം എന്നതിന് എന്താണ് ഉറപ്പ്? മറ്റവൻ്റെ ഗൈബ് വിശ്വസിക്കുന്ന ആളുകളെ മറ്റവൻ്റെ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്കും അത് വിശ്വസിക്കാത്തവരെ നരകത്തിലേക്കും ഇടാൻ വേണ്ടി അവർ പറയുന്ന ദൈവമാണ് നാളെ അവിടെ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളെ പിടിച്ച് നരകത്തിലിടും, അവരെ പിടിച്ച് സ്വർഗത്തിലിടും. ആ ഗൈബിൻ്റെ ദൈവം ഒരു നീതിമാനായ ദൈവമാണ് എന്ന് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തായാലും ഞാൻ അതിൻ്റെ അടുത്ത വാചകം വായിക്കാം. താങ്കൾക്ക് ഇതിൽ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ല. എനിക്കിതിൽ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ല, അത് സത്യമാണ്. കാരണം ഇതിൽ പറഞ്ഞത് ഗുണങ്ങളല്ല. ഇത് ഒരു മനുഷ്യന് സ്വാഭാവികമായി നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ദൈവം തന്നതാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് തന്നതാണെങ്കിൽ അതോ ആയിക്കോട്ടെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ബുദ്ധി, യുക്തി, ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളത്. ആ കഴിവ് വെച്ച് ചിന്തിക്കുമ്പോൾ ഈ മണ്ടത്തരങ്ങളിൽ ഈ ഗൈബിലൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഗൈബുകളെല്ലാം നുണയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ല. ഇത് ഗുണമല്ല, ഇതൊരു ദോഷമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു മനുഷ്യൻ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്, ഗുണമല്ല. കാരണം ഗൈബുകളിൽ വിശ്വസിക്കലല്ല മനുഷ്യൻ്റെ ഒരു ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ബുദ്ധിയും യുക്തിയും ഒക്കെ കിട്ടിയിട്ടുള്ളത് അത് ദൈവം തന്നതാണെങ്കിൽ പോലും അത് എന്തെങ്കിലും ഒരു മണ്ടത്തരത്തിൽ ഗൈബായിട്ട് കമന്നടിച്ച് വിശ്വസിച്ച് കിടക്കാനുള്ളതല്ല. മറിച്ച് കാര്യങ്ങളെ വസ്തുതാപരമായി പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ടതിനെ സ്വീകരിക്കുകയും മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തള്ളിക്കളയുകയും ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് യുക്തിയും ബുദ്ധിയുള്ളത്. ഞാൻ ആ ഒരു രീതിയിൽ എൻ്റെ ബുദ്ധിയെ പ്രയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ശരിയെന്നത് തോന്നിയത് ബോധ്യപ്പെട്ടത് സ്വീകരിക്കുകയും തെറ്റും മണ്ടത്തരവും എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിനെ തള്ളിക്കളയുകയും എനിക്കറിയാത്ത കാര്യങ്ങൾ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണെങ്കിൽ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ രീതി. ചിലപ്പോൾ ഞാൻ മരിക്കോളം അന്വേഷിച്ചാലും എനിക്ക് പിടികിട്ടാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെ വേണമെങ്കിൽ ഗൈബ് എന്ന് വിളിക്കാം. അത് വിശ്വസിക്കാനുള്ളതല്ല, അത് അന്വേഷിക്കാനുള്ളതാണ്. അത് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കാനുള്ളതാണ്. നമുക്കത് ബോധ്യപ്പെടുന്ന ഒരറിവായി കിട്ടുമ്പോൾ ഒരറിവായിട്ട് നമ്മൾ സ്വീകരിക്കും. അതല്ലാതെ വിശ്വാസമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. വിശ്വാസമായി സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അത് ബോധ്യപ്പെടണം. ബോധ്യപ്പെടാൻ തക്ക യാതൊരു മാനദണ്ഡവും യാതൊരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഗൈബുകളെ എല്ലാം തള്ളിക്കളയുന്നത്. താങ്കൾ അത്തരം ഒരവസ്ഥയിൽ എത്തണമെങ്കിൽ ഖുർആൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തത്തിലും പ്രപഞ്ചത്തിലുമൊക്കെയുള്ള അനേകം ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നവയിൽ വല്ലപ്പോഴുമൊക്കെ മുൻധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുക. ഈ വാചകം ഞാൻ തിരിച്ചങ്ങോട്ട് വയ്ക്കുന്നു. മുൻധാരണകളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ താങ്കളെപ്പോലുള്ള ആളുകൾ, ഈ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു നിമിഷം തയ്യാറായാൽ ഈ ഗൈബൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങളും എന്നെപ്പോലെ തന്നെ അവിശ്വാസിയായി മാറും. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരൊറ്റ ദൃഷ്ടാന്തം തന്നെ എടുത്തോളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ ആകാശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആരാണ് ഞാൻ പറഞ്ഞത്? ഉൽക്ക വീഴുന്നത് അള്ളാഹു ചൈത്താനെ നക്ഷത്രം പെറുക്കി എറിയുന്നതാണോ?
ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പം എത്രയാണ് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ നക്ഷത്രം. അത് മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ഇടത്തരം സൈസുള്ള നക്ഷത്രം മാത്രമാണ്. അതിൻ്റെ കോടിക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തുള്ള പല നക്ഷത്രങ്ങളും. അങ്ങനത്തെ കോടാനുകോടി നക്ഷത്രങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഗാലക്സി, നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മളുടെ ഗാലക്സി മാത്രം. അങ്ങനത്തെ കോടിക്കണക്കിന് ഗാലക്സികളും ഗാലക്സികളുടെ കൂട്ടങ്ങളും ചേർന്ന അനന്തമായിട്ടുള്ള ഈ മഹാപ്രപഞ്ചം, ആ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ദൃഷ്ടാന്തം തിരയാൻ പോയാൽ നമുക്ക് ഈ പൊട്ടക്കഥയുടെ എന്ത് ദൃഷ്ടാന്തമാണ് അതിൽ കിട്ടാൻ പോകുന്നത്? ഈ പൊട്ടക്കഥയിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും കൂടെ താരതമ്യം ചെയ്താൽ തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും ഇതൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ പറ്റും. എന്താണ് ഈ പുസ്തകത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ പുസ്തകത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭൂമി മാത്രമാണ്, ഒരു പരന്ന ഭൂമിയാണ് പ്രപഞ്ചം. പിന്നെ ആ ഭൂമിയുടെ ആക്സസറി ആയിട്ട് പൊന്തിച്ച് വെച്ച കുട പോലെ പൊന്തിച്ച് വെച്ച ആകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമി ആകാശം എന്നാണ് പറയുന്നത്. ഭൂമിക്ക് മുകളിൽ തൂണില്ലാതെ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത തൂണുകൾ കൊണ്ട് താങ്ങി നിർത്തിയ ആകാശം, അങ്ങനത്തെ 7 ആകാശം. അതിൽ ഒന്നാമത്തെ ആകാശത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിച്ചു വെച്ചതാണ് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളുടെ രണ്ടാമത്തെ പർപ്പസാണ് ചെയ്ത്താനെറിയൽ എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗാലക്സികളും ഗാലക്സി കൂട്ടങ്ങളുടെ കൂട്ടങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ ഈ അനന്തമായിട്ടുള്ള വാരി വിതറിയ പ്രപഞ്ചം അതെവിടെ കിടക്കുന്നു? ഖുർആനിലെ 1-ാം ആകാശം എവിടെ കിടക്കുന്നു? ഖുർആനിലെ 1, 2, 3, 4, 7 ആകാശം എവിടെ കിടക്കുന്നു? പ്രപഞ്ചം എവിടെ കിടക്കുന്നു? ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനം എന്താണ്? നമ്മളിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഭൂമി എന്ന് പറയുന്നത് ഈ സൗരയൂഥം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനകത്തെ തന്നെ ഒരു നിസ്സാരമായിട്ടുള്ള ഗോളമാണ്. സൂര്യൻ്റെ മുമ്പിൽ തന്നെ ഈ ഭൂമി ഒന്നുമല്ല. സൂര്യൻ്റെ മുമ്പിൽ ഈ ഭൂമി ഒരു കടുക് മണിയേക്കാൾ നിസ്സാരമായിട്ടുള്ളൊരു സാധനമാണ്. എന്നാൽ നമ്മൾ ഈ സൂര്യൻ ഉൾപ്പെടുന്ന അനേകം നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഒരു ഗാലക്സി മൊത്തം എടുത്തു കഴിഞ്ഞാലോ, ആ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ മാത്രമാണ് ഗാലക്സിയുടെ പാർട്ടായിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും കറങ്ങുന്ന ഗോളങ്ങൾ, ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് നെഗ്ലിജിബിളായിട്ടുള്ള അല്ലെങ്കിൽ അവഗണനീയമായിട്ടുള്ള നിസ്സാര വസ്തുക്കളാണ്. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ നക്ഷത്ര കൂട്ടങ്ങൾ രൂപം കൊള്ളുമ്പോൾ അതിൽ നിന്നും പറന്നുപോയ ധൂളികൾ മാത്രമാണ് ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന സാധനങ്ങൾ. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു പൊടിത്തരിയുടെ തരി മാത്രമാണ് ഈ ഭൂമി എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമിയെക്കുറിച്ചാണ് ഈ ഖുർആനിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു എന്ന മട്ടിൽ ഇതുണ്ടാക്കാൻ 4 ദിവസം, ബാക്കിയുള്ള ഒക്കപ്പാടുണ്ടാക്കാൻ 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. 7 ആകാശങ്ങളുടെ കഥ പറഞ്ഞിരിക്കുന്നത് 1-ാം ആകാശത്തെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ 2-ാം ആകാശത്ത് നക്ഷത്രം ഇല്ല എങ്കിൽ ഈ 1-ാം ആകാശം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതായിരിക്കണം? ആ 1-ാം ആകാശം കഴിഞ്ഞിട്ട് പിന്നെ 2, 3 ആകാശം എവിടെ? എന്നാൽ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഹദീസുകളനുസരിച്ച് ഈ ആകാശങ്ങളുടെയൊക്കെ ദൂരം, അകലമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള 1-ാം ആകാശത്തേക്കും അവിടുന്ന് 2-ലേക്കും 3-ലേക്കും ഒക്കെയുള്ള അകലം തുല്യമാണ് 500 കൊല്ലം കൊണ്ട് ഒരു ഒട്ടകം നടന്നെത്തുന്ന ദൂരം എന്നാണ് നബി വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ മൂപ്പര് കണക്ക് കൂട്ടിയ ബാബിലോണിയൻ പൊട്ടക്കഥയിലെ അന്ധവിശ്വാസമാണ് ഈ ഖുർആൻ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഉറവിടം പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് നിന്നുള്ള ഒരു ദൈവത്തിൻ്റെ അടുത്തു നിന്നാണ് എന്ന് വിശ്വസിക്കണമോ, അതോ ഇതൊക്കെ ആ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ വിവരക്കേടുകളുടെ ആവിഷ്കാരമാണ് എന്ന പച്ച പരമാർത്ഥത്തെ ഒരു ബോധ്യമായി അംഗീകരിക്കണോ? ഇതാണ് എൻ്റെ ചോദ്യം. ബാക്കിയുള്ള ദൃഷ്ടാന്തങ്ങളുടെ ഒക്കെ കഥ അത് തന്നെയാണ്. ദൃഷ്ടാന്തം പറച്ചിലുകൾ, ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകൾ തന്നെ ഒരു നല്ല ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. ഖുർആനിലെ ദൃഷ്ടാന്തം പറച്ചിലുകൾ മുഴുവനും ഖുർആൻ ആരെഴുതിയതാണ് എന്നതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തങ്ങളാണ്. വിവരക്കേടുകളല്ലാതെ അതിനകത്തൊന്നുമില്ല. അപ്പോൾ മുൻധാരണകളില്ലാതെ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുക. അതില്ലാത്തിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളും തീരുമാനങ്ങളും പരിഹാസ്യമാവും. മുഹമ്മദിൻ്റെ ചെപ്പടി വിദ്യയാവും സ്വാഭാവികം.
ഇതിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആയത്തുകളും എടുത്ത് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ താങ്കളുടെ ഖുർആൻ്റെ കാഴ്ചപ്പാടുകൾ താങ്കൾക്ക് പ്രബലമെന്ന് തോന്നുന്ന ഉദാഹരണങ്ങൾ നിർത്തി ഒറ്റ ക്ലാസ്സിൽ ഒതുക്കാവുന്നതാണ്. ഒറ്റ ക്ലാസ്സിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഖുർആനും ഒറ്റ പേജിൽ ഒതുക്കാവുന്ന കാര്യങ്ങളെ ഖുർആനിലും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതിങ്ങനെ ചറപറ എന്ന് 6000 ചില്ലാനം വാക്യങ്ങളിലൂടെ 114 അധ്യായങ്ങളിലൂടെ പറയേണ്ട ഒരു കാര്യമില്ല. ഒരുത്തരെ പോകുന്ന ഒരു പോക്കറ്റ് ഡയറിയുടെ വലിപ്പമുള്ള ഒരു പുസ്തകത്തിൽ എഴുതാവുന്ന ഒരു 5-6 പേജിൽ ചുരുക്കി എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിങ്ങനെ പരത്തി പറയുകയും ആ പരത്തി പറഞ്ഞതിന് 900 അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കും അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം ആവർത്തനമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിച്ച് ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് ഒരാൾ കേൾക്കാനിടയായാൽ ആ ഒരു ക്ലാസ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാൾ ബാക്കി 1-2 ക്ലാസ്സും കൂടെ കേൾക്കും. 2-3 ക്ലാസ് കേട്ടിട്ട് അയാൾക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾ ബാക്കി കാര്യങ്ങൾ സ്വയം പഠിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 100 ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 ക്ലാസ്സും എല്ലാവരും കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ 100ൽ ഒരു ക്ലാസ്സെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ചിന്താപരമായ ഒരു സ്പാർക്കെങ്കിലും അയാളുടെ തലച്ചോറിൽ കൂടെ മിന്നിയെങ്കിൽ അത്രയും ഗുണം എന്നോർത്തിട്ടാണ് നമ്മൾ ഈ ചവറ് സാധനത്തിന്മേൽ ഇങ്ങനെ നിരന്തരമായിട്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ ശരിയായ കാഴ്ചപ്പാടുണ്ട്. ദൈവദൂതന്മാരായി നിയോഗിതരായി രംഗത്ത് വരുന്നവരോട് ജനങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുക എക്കാലത്തും നടന്നിട്ടുള്ളതാണ്. ചിലർക്കൊക്കെ ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുമുണ്ട്. അവരുടെ പ്രവാചകത്വത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈസസ്, മോസസ് മുതലായ പ്രവാചകന്മാരുടെ വിവരണത്തിൽ ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിലും പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരിലധികവും ആ ദൃഷ്ടാന്തങ്ങളെയൊക്കെ മായാജാലവും ആഭിചാരവുമൊക്കെയാക്കി ചുരുക്കി അവരെ തിരസ്കരിച്ചതാണ് ചരിത്രം. ഈ പറയുന്നത് ശുദ്ധ നുണയാണ്. പ്രവാചകൻ ഒരു ദൃഷ്ടാന്തവും കാണിക്കാൻ കഴിയാത്ത നിരാശനായി ആത്മഹത്യ ചെയ്യാൻ പോയി എന്നാണ് ഈ ഖുർആനിലും അതിൻ്റെ തഫ്സീറുകളിലും അതിൻ്റെ ചരിത്രത്തിലും കാണുന്നത്. അങ്ങനെ ദൃഷ്ടാന്തം കാണിക്കാൻ കഴിയാതെ നിരാശനായി ആത്മഹത്യക്കൊരുങ്ങിയ ഒരാൾ പിന്നീട് ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞ ശേഷം നിരാശ കൊണ്ട് ഈ തലയിലെഴുത്ത് പോലെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം പക വീട്ടാൻ വേണ്ടിയിട്ട് വാളെടുത്തിട്ട് തൻ്റെ സ്വന്തം കൂട്ടക്കാരെയും കുടുംബക്കാരെയും ആക്രമിച്ച് കൊല്ലുന്ന ഭീകരവാദിയായി മാറുന്ന കാഴ്ചയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം വകയായിരുന്നില്ല. മക്കക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത് മുഴുവനും മുഹമ്മദ് പ്രവാചകന്മാർക്കുണ്ട് എന്ന് പറയുന്ന വിശേഷപ്പെട്ട സിദ്ധികൾ അവിടെ നിരന്തരമായിട്ട് തൊള്ളപ്പുട്ട് പറഞ്ഞതുകൊണ്ടാണ് അതേ കാര്യങ്ങൾ എന്നാ ഒന്ന് കാണിച്ച് ഞങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തുക എന്നവരാവശ്യപ്പെട്ടത്. അത് അവരുടെ കുറ്റമാണോ? എത്ര ന്യായമാണ്, എത്ര യുക്തിസഹമാണ് അവരാവശ്യപ്പെട്ടത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അവതാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത്ഭുത സിദ്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകാരുണ്ട്. ഈ തട്ടിപ്പുകാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഗൈബിലങ്ങോട്ട് വിശ്വസിച്ചിട്ട് അവരെ അങ്ങോട്ട് അവരുടെ കെണിയിൽ പോയി അങ്ങോട്ട് വീഴലാണോ? അവരുടെ ചൂഷണത്തിന് വിധേയരാവലാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഗൈബും കൊണ്ട് വരുമ്പോൾ അത്ഭുത സിദ്ധിയും പറഞ്ഞു വരുന്ന ആളുകളെ അത് തട്ടിപ്പാണ് എന്ന് തെളിയിക്കാനുള്ള യുക്തിയല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരാൾ അങ്ങാടിയിൽ കഷണ്ടിക്കുള്ള മരുന്ന് വിൽക്കുന്നുണ്ട്. വ്യാജ മരുന്നാണ്. കഷണ്ടി മാറാൻ, രോമം ഉണ്ടാവാൻ, മുടി ഉണ്ടാവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു തൈലോ മരുന്നോ വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്ന ആളുടെ തലയിൽ ഒരു രോമം പോലും ഇല്ല. അയാൾ ശുദ്ധ ചേനത്തല കഷണ്ടിയാണ്. ഒരു കോമൺ സെൻസ് ഉള്ള ആൾ ആ കച്ചവടക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് ആവശ്യപ്പെടുക? ഈ മരുന്നുകൊണ്ട് തേച്ചാൽ അപ്പം മുടി വരുമെന്നാണ് അയാൾ അവകാശപ്പെടുന്നതെങ്കിൽ ആ മരുന്ന് ലേശങ്ങളെ തലയിലെടുത്ത് തേക്ക്, എന്നിട്ടൊന്ന് കാണട്ടെ എന്ന് പറയില്ലേ? അത് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്ക് അത് ആവശ്യപ്പെട്ടവർക്കാണോ കുഴപ്പം? അതോ അതിൻ്റെ പേരിൽ അവിടെ നിന്നുകൊണ്ട് ചീത്ത പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന മറ്റേ ആൾക്കാണോ കുഴപ്പം? അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ ആൾദൈവങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വലിയ കറാമത്തുണ്ട് എന്ന് പറയുന്ന ഔലിയന്മാർ, ഉസ്താദന്മാർ. ഇപ്പോൾ നമ്മുടെ മുടിവെള്ളം വെക്കുന്ന ഉസ്താദ് കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു വിദ്യ നമ്മൾ കണ്ടതാണ്. അങ്ങേർക്ക് സ്ട്രോക്ക് വന്ന് സകല രോഗികൾക്കും ഈ മുടി മുക്കിയ വെള്ളവും മന്ത്രിച്ചൂതിയ വെള്ളവും കൊടുത്തിട്ട് ചികിത്സ നടത്തുന്ന ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല
വൈദ്യശാസ്ത്ര ചികിത്സയാണ് അദ്ദേഹത്തിൻ്റെ മകനും കൂട്ടരും കൊണ്ടുപോയിട്ട് നൽകിയത്. അമേരിക്കയിലടക്കം ഇരുന്നു കൊണ്ട് ചികിത്സ നടത്തി അദ്ദേഹത്തിന്, അമേരിക്കയിലുള്ള വിദഗ്ധ ഡോക്ടർമാരടക്കം. എന്നിട്ട് കുറേ ദിവസം ആസ്പത്രിയിലൊക്കെ കടന്ന് ഒരുവിധമൊക്കെ സുഖമായിട്ട് വീൽ ചെയറിൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിനോട് ഒരു കണ്ണൂർക്കാരനൊരു സത്താറിൻ്റെ കഥ പറയുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ണൂരിലെ സത്താർ, ദിവസം 3 ഡയാലിസിസ് ചെയ്യുന്ന സത്താർ, കിഡ്നി രണ്ടും പോയിട്ട് ദിവസം 3 നേരം ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി രോഗികൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സത്താറിന് 3 ഡയാലിസിസ് ഒരു ദിവസം ചെയ്യണം എന്ന് വന്നിട്ട് ഈ മകൻ പറയുമ്പോൾ വാപ്പ അവിടെ ഇരുന്നിട്ട് ചെയറിലിരുന്നിട്ട് പറയുക, ഇനി 1, 2, 3 ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ കറാമത്ത് കൊണ്ട് അവൻ്റെ കിഡ്നി ശരിയായി. അതിനാണ് നമ്മുടെ ലിയാഖത്ത് അലി ആ കണ്ണൂർക്കാരൻ സത്താറിനെ ഒന്ന് കൊണ്ടുവന്നാൽ ഞാൻ ഈ ഉസ്താദിൻ്റെ മുരീദായിക്കോളാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കാത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തം അസുഖം, ഇദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ചികിത്സ നേടിയിട്ട് അസുഖം മാറി വന്നിട്ട് ഒരു കിഡ്നി രോഗിയുടെ അസുഖത്തിന് അയാൾ ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ട, അയാൾ എൻ്റെ കറാമത്ത് കൊണ്ട് മാറിക്കോളും എന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൂക്കടൻ എന്തിനാണ് നിങ്ങൾ ആശുപത്രിയിൽ പോയതെന്ന് ചോദിക്കൂലേ? ആ ചോദ്യമാണ് മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ചത്. കഷണ്ടി തലയുള്ള ഒരാൾ കഷണ്ടിക്ക് മരുന്ന് വിൽക്കുമ്പോൾ നാം മരുന്ന് തേച്ചിട്ട് നിങ്ങളുടെ തലയിലൊരു മുടി വരുന്നത് കാണിക്കുക എന്ന് പറയുന്ന അതേ യുക്തി തന്നെയാണ് ഈ പ്രവാചകന്മാരൊക്കെ ഈ കണ്ട അത്ഭുതങ്ങളെല്ലാം കാണിച്ചു എന്ന കഥയുമായിട്ട് വന്ന മുഹമ്മദിനോട് ഇന്ന് ഒരു അത്ഭുതം കാണിക്കുക എന്നവർ പറഞ്ഞത്. അവർ പറഞ്ഞതാണോ തെറ്റ്? അതോ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളും അന്ന് കുറ്റപ്പെടുത്തിയ മുഹമ്മദിൻ്റെ അള്ളാഹുവുമാണ് കുറ്റക്കാർ? മുഹമ്മദ് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു എന്നാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. എന്ത് ദൃഷ്ടാന്തം മുഹമ്മദ് കാണിച്ചത്? ഞാനൊരു ദൃഷ്ടാന്തവും കണ്ടിട്ടില്ല. ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്നൊരു നോണയുണ്ട്. അത് ചന്ദ്രനെ പിളർത്തി എന്നുള്ളതിൻ്റെ കഥ, അതിൻ്റെ ചരിത്രവും മറ്റും വായിച്ച് നോക്കുമ്പോൾ അത് മുഹമ്മദിൻ്റെ കാലത്തൊന്നും നടന്ന കാര്യമല്ല. അതേതോ പഴങ്കഥയിൽ നിന്ന് കേട്ടിട്ട് വെച്ച് കാച്ചിയ ഒരു സംഭവമാണ്. മാത്രമല്ല ആ ചന്ദ്രൻ്റെ കാര്യമൊക്കെ ആ പറഞ്ഞ വാചകമൊക്കെ തന്നെ സബുൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതയിലൊക്കെയുള്ള വരികളാണ് എന്നുവരെ അറബി ചരിത്രത്തിൽ നമുക്ക് കാണാം. അതൊന്നും നാട്ടുകാരും കണ്ടിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എന്നതിൻ്റെ പോലും കൃത്യമായ വ്യാഖ്യാനങ്ങളല്ല ഉള്ളത്. അങ്ങനത്തെ ഒരു കഥയല്ലാതെ വേറെ എന്ത് അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. എപ്പോൾ മുഹമ്മദ് മരിച്ച് 10-200 കൊല്ലം കഴിഞ്ഞ് മുഹമ്മദിൻ്റെ ചരിത്രം എഴുതാൻ വേണ്ടി പേന എടുത്ത ഒരു അത്ഭുതം കൊണ്ട് അങ്ങ് നിറച്ചു മുഹമ്മദിൻ്റെ ചരിത്രം. അത്രയേ ഉള്ളൂ. അത് വായിച്ചിട്ടാണ് മുഹമ്മദിൻ്റെ അത്ഭുതം എന്ന് പറയുന്നതെങ്കിൽ അത് ഈ ഖുർആൻ തന്നെ പൊളിച്ച് കാണിക്കുന്നുണ്ട്. ഖുർആൻ വായിച്ചാൽ നമുക്കറിയാം, ഖുർആനിലെ മക്കാ സൂറത്തുകൾ മുഴുവനും വായിച്ചാൽ നമുക്കറിയാം മുഹമ്മദിന് അവിടെ ഒരു തുക്കട മാജിക്ക് പോലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതാണ് വസ്തുത. സത്യത്തിൽ മനുഷ്യന് നൽകിയ വിശേഷ ബുദ്ധിയും തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് മനുഷ്യൻ സ്വമേധയാ തിരഞ്ഞെടുക്കേണ്ടതാണ് സന്മാർഗം. അത് നിർബന്ധിപ്പിച്ചോ പേടിപ്പെടുത്തിയോ ചെപ്പടി വിദ്യയിലൂടെയോ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാം. അതല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. മനുഷ്യനെ പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് തെറ്റാണ് എന്നതിന് അൽ-ബഖറയിലെ ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അലിഫ് ലാം മീം ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത്രേ അത്. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും. 4-ാമത്തെ വാക്യം, നിനക്കും നിൻ്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. 5-ാമത്തെ വാക്യം, അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. 6-ാമത്തെ വാക്യം, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവർ വിശ്വസിക്കുന്നതല്ല. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. 7-ാമത്തെ വാക്യം. അപ്പോൾ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിലെ 7 വാക്യങ്ങൾ പറയുന്നതിൽ 7-ാമത്തെ ആ വാക്യത്തിൽ കനത്ത ശിക്ഷ എന്ന് പറഞ്ഞ ഭീഷണിയാണ്. എന്താ ഇദ്ദേഹം പറഞ്ഞത്? വിശ്വസിക്കാൻ ആരെയും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്നത് ആരാ? ഖുർആനാണ് പേടിപ്പിക്കുന്നത്.
ആദ്യത്തെ സൂറത്തിലെ 7-ാമത്തെ വാക്യത്തിൽ ഈ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ച് തുടങ്ങുന്ന ഖുർആനിൽ 100 കണക്കിന് വാക്യങ്ങളാണ് ആവർത്തിച്ച് പലതരത്തിലുള്ള ഭീകരമായിട്ടുള്ള ശിക്ഷ പറഞ്ഞവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് വിശ്വസിക്കാൻ ആരെയും പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിർബന്ധിച്ചോ പേടിപ്പെടുത്തിയോ ചപ്പടി വിദ്യയിലൂടെ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ആര് പറഞ്ഞു? അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ ഖുർആനിൽ പറയുന്നത്. അതുതന്നെയാണ് മുഹമ്മദ് പ്രായോഗികമായി മദീനയിൽ നടപ്പിലാക്കിയ ഇസ്ലാം എന്ന് പറയുന്നത്. ചപ്പടി വിദ്യ ഒന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചപ്പടി വിദ്യ അറിയാത്തതുകൊണ്ട്. പക്ഷേ പേടിപ്പിച്ചു. മക്കയിൽ 13 കൊല്ലം പേടിപ്പിച്ചു. അവർ പേടിച്ചില്ല, അവർ പരിഹസിച്ചു. അവസാനം മദീനയിൽ പോയിട്ട് വാളെടുത്തിട്ട് തിരിച്ചു വന്ന് അവരെ മുഴുവൻ കീഴ്പ്പെടുത്തി, അവരെ മുഴുവൻ നിർബന്ധിച്ച് വാളിൻ്റെ മുനയിൽ വിശ്വസിക്കാത്തവരെ വിശ്വാസികളായി അഭിനയിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് മക്ക കീഴടക്കിയത്. അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അറേബ്യയിൽ രൂപപ്പെടുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാം. അത് അള്ളാഹുവിൻ്റെ തീരുമാനം. മനുഷ്യനെ പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നിർബന്ധിച്ചും ചപ്പടി വിദ്യ കാട്ടാൻ കഴിയുന്നവരാണ് എന്ന് കഥ പറഞ്ഞ് പ്രലോഭിപ്പിച്ചും, സ്വർഗം പറഞ്ഞ് പ്രലോഭിപ്പിച്ചും, നരകം പറഞ്ഞ് പേടിപ്പിച്ചും, നിരന്തരമായിട്ട് ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചും ആണ് മക്കയിലും മദീനയിലും മുഹമ്മദ് ഈ മതം അടിച്ചേൽപ്പിച്ചത്. അവസാനം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടത് ഇല്ല എന്ന് ഇദ്ദേഹം എഴുതിയ ഈ മതം മുഹമ്മദ് വാളുകൊണ്ട് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയല്ല, വെട്ടിയും കുത്തിയും കൂട്ടക്കൊല നടത്തിയും നിവൃത്തിയില്ലാതെ ഈ മതത്തിന് കീഴടങ്ങുന്ന അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മതം സൃഷ്ടിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അതിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് 100 കണക്കിന് 1000-കണക്കിന് വെളിപാട് വാക്യങ്ങൾ ഈ ഖുർആനിൽ നിരത്തി വച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് ചപ്പടി വിദ്യ കാണിച്ചിട്ടില്ല, പ്രലോഭിപ്പിച്ചിട്ടില്ല, പേടിപ്പിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാം. വേണമെങ്കിൽ എന്തേ വേണം എന്ന് വെക്കാതിരുന്നത്? അള്ളാഹുവിൻ്റെ ഉദ്ദേശം എല്ലാവരും സന്മാർഗത്തിലാവണം എന്നാണെങ്കിൽ എല്ലാവരും നന്മ ചെയ്യണം, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം എന്നാണ് അള്ളാഹുവിന് ആഗ്രഹമെങ്കിൽ അത് നടപ്പിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അള്ളാഹു ആഗ്രഹിക്കാതിരുന്നത് ആരുടെ കുറ്റമോ? അതല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. മനുഷ്യനെ പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ മറുപടിയിൽ ഞാൻ പറഞ്ഞത്. എന്താണ് ഈ പരീക്ഷണം? ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പരീക്ഷണം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു പരീക്ഷണം നടത്തുന്നത് ആരാണ്? പരീക്ഷണം നടത്തുന്നത് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയാൻ ആകാംക്ഷയുള്ള ഒരാളാണ് പരീക്ഷണം നടത്തുക. പിന്നെ നമ്മൾ നടത്തുന്ന പരീക്ഷണം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലെങ്കിലും ഒരു തമാശയാണെങ്കിൽ പോലും ആ പരീക്ഷണത്തിന് ഇരയാകുന്ന പരീക്ഷണ മൃഗങ്ങൾക്കെങ്കിലും ഈ പരീക്ഷണം എന്താണ് എന്ന് മനസ്സിലാവണ്ടേ? ഇവിടെ അള്ളാഹു പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞു. ആ പരീക്ഷണം എന്തിനുള്ള പരീക്ഷണമാണ്? ഏത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്? എന്ത് കാര്യത്തിനുള്ള പരീക്ഷണമാണ് എന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമെങ്കിലല്ലേ ആ പരീക്ഷണം എന്ന് പറയുന്നതിന് ഒരു യുക്തി, ഒരർത്ഥമുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് അവരെ നരകത്തിലിടാൻ നരകം ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് ഈ പരീക്ഷണക്കാരൻ എന്നാണ് പറയുന്നത്. ഈ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ഈ പരീക്ഷണ മൃഗങ്ങളിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ ബോധപൂർവം നരകത്തിൽ പോയവരാണോ? ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്തോളൂ. ഞാനിതെല്ലാം പഠിച്ചിട്ട് ഇത് പൊട്ടത്തരാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ച ആളാണ്. ഉപേക്ഷിച്ചു എന്ന വാക്കുപോലും തെറ്റാണ്. കാരണം ഞാൻ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. എൻ്റെ വിശ്വാസം സ്വാഭാവികമായിട്ടും സഹജമായിട്ടും അങ്ങോട്ട് പോവുകയാണ് ചെയ്ത്. എൻ്റെ ഉള്ളിൽ നിന്നാണ്ട് തെറിച്ചു പോവുക ചെയ്തത്. ഞാൻ പിടിച്ചാൽ നിൽക്കില്ല. കാരണം എനിക്കിത് ബോധ്യപ്പെട്ടതാണ് ഇത് തെറ്റാണെന്നുള്ളത്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ നിത്യനരകത്തിലിട്ട് പൊരിക്കാൻ ഇയാൾ കാത്തിരിക്കുകയാണെങ്കിൽ, ഇയാളുടെ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടതാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരവാദിയാവുന്നത്?
ഞാനിങ്ങനെ ആവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ആവണം എന്ന് തീരുമാനിച്ച് രേഖപ്പെടുത്തി വെച്ച് എന്നെ ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ച് വിട്ടിട്ട് പിന്നെ എന്നെ ഇങ്ങനെ പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൽ മൂപ്പരെന്താണോ ആഗ്രഹിച്ച് അതുപോലെ നടന്നു എന്നതിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചിട്ട് നിത്യനരകത്തിലിട്ടിട്ട് ഞാനവിടെ കിടന്ന് പൊരിയുന്നതും നോക്കി കാലാകാലം അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു മാനസിക രോഗിയാണ് ഈ ദൈവം എന്നാണോ ഞാൻ കരുതേണ്ടത്? എന്നിട്ട് ആ ദൈവത്തിനെ ഞാൻ കാരുണ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തണമെന്നാണോ പറയുന്നത്? എന്തർത്ഥമാണ് ഇതിനുള്ളത്? അപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ ആ കഥയ്ക്കുള്ളിലൊരു മിനിമം ലോജിക്ക് വേണം. കഥയിലൊന്നും ലോജിക്ക് വേണമെന്നില്ല, പക്ഷേ ഒരു കഥ പറയുമ്പോൾ ആ കഥയുടെ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലോജിക്ക്, എന്തെങ്കിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ? വെറുതെ എന്തെങ്കിലുമൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു കഥ പോലും ആവില്ല. ഇത് അത്തരത്തിലുള്ള ഒരു കഥയില്ലാത്ത കഥയാണ്, ഒരു കഥ പോലും അല്ലാത്ത ഒരു കഥയാണ് ഇസ്ലാമിൻ്റെ ആകെ മൊത്തം കഥ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ കൊഞ്ഞനം കാട്ടുന്ന ഒരു അസംബന്ധ സമാഹാരം മാത്രമാണ് ഈ കഥാപുസ്തകം. ഇതാണ് എനിക്കിതൊരൊറ്റ വായനയിൽ ബോധ്യപ്പെട്ടത്. ആ ബോധ്യം മറ്റുള്ളവരിൽ കൂടി സൃഷ്ടിക്കാനാണ് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സും ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്. ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നവരോടൊക്കെ അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ സംഭവിപ്പിച്ചു കൊടുക്കാനിരിക്കുന്ന ഒരു യന്ത്രമൊന്നുമല്ല ദൈവം. ദൈവം അങ്ങനെ ഒരു യന്ത്രമാണ് എന്ന് ഈ കഥാപുസ്തകത്തിൽ തന്നെയാണ് പറയുന്നത്. ഈ കഥാപുസ്തകത്തിലും ഇതിൻ്റെ പൂർവ്വകഥകൾ എന്ന് പറയുന്ന ബൈബിളിലൊക്കെ അത്തരം കഥകൾ തന്നെയാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ 13 കൊല്ലം മുഹമ്മദ് അവരോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതപ്പം ഇറങ്ങും ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവരെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കല്ലായിരുന്നോ? പൂർവീകരുടെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് അവരെ ഈ ശിക്ഷയും പറഞ്ഞ് പേടിപ്പിക്കല്ലായിരുന്നു. ഈ ശിക്ഷയൊക്കെ പിന്നെ എന്താണ്? ഈ പേടിപ്പിക്കുന്നതെല്ലാം പിന്നെന്താണ്? അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോഴല്ലേ മുഹമ്മദ് അവസാനം എല്ലാം തലയിലെഴുത്താണ്, എല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ വഴിവയ്പ്പിച്ചത് മൂപ്പരെന്നെയാണ്, നിങ്ങളെ ഹൃദയത്തിന് മൂടിവെച്ചതും കണ്ണ് മൂടിവെച്ചതൊക്കെ അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തടിയെടുത്തത്. ദൈവവും മലക്കുകളും നേരിട്ട് ഹാജരാവാൻ വരെ ആവശ്യപ്പെട്ട മന്ദബുദ്ധികളുണ്ട്. ഒരു മന്ദബുദ്ധിയല്ല, നല്ല യുക്തിയുള്ളവരാണ് ഹാജരാവാൻ പറഞ്ഞത്. കാരണം ഈ ദൈവം മലക്കൊക്കെ ഗൈബല്ല. ഈ ഗൈബൊക്കെ ഞാനീ പറഞ്ഞ മാതിരി ജിന്ന്, മലക്ക്, കുട്ടിച്ചാത്തൻ, നമ്മളെ നാട്ടിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരോട് എന്നാൽ അതൊന്ന് കാണിച്ചു തരി, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരി എന്ന് പറയുക എന്നത് വളരെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ യുക്തിയുടെ ഭാഗമല്ലേ? അതിനെങ്ങനെ കുറ്റം പറയാൻ പറ്റുക? നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത, നമുക്ക് കാണാനോ അറിയാനോ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ നമ്മളോട് വന്ന് പറയുമ്പോൾ, ഇവരാരുമല്ല നമ്മളോട് വന്ന് പറയും. ഇത് ഈ പറഞ്ഞൊന്നും ദൈവമല്ല, ഇതൊക്കെ മുഹമ്മദ് പറഞ്ഞതാണ്. മുഹമ്മദ് ദൈവമല്ല. മുഹമ്മദിനോട് ജിബ്രീൽ പറയുന്നു എന്ന് പറയുമ്പോൾ ആ ജിബ്രീലിനെ ഒന്ന് കാണിച്ചോണ്ടാ എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിബ്രീലിനെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലോ എന്ന് പറഞ്ഞാൽ ആയിഷ ട്രോളുന്നുണ്ട് പലതവണ. ആയിഷ ട്രോളുന്ന്, ഭാര്യമാർ ട്രോളുന്നുണ്ട്. അപ്പോൾ ആർക്കും കാണാൻ പറ്റാത്തൊരു ജിബ്രീലിനെ ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇവരോട് ഈ കഥയെല്ലാം വന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ തെളിവുകൊണ്ടാ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതല്ലേ മനുഷ്യൻ ചെയ്യേണ്ടത്? അതിനല്ലേ മനുഷ്യരുടെ ബുദ്ധി എന്ന് പറയുന്നത്. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളക്കഥകളോ പറഞ്ഞുകൊണ്ട് തട്ടിപ്പിന് വരുമ്പോൾ, ഈ മുഹമ്മദ് ഈ തട്ടിപ്പ് നടത്തുന്ന കാലത്ത് മുഹമ്മദ് മാത്രമല്ല അവിടെ വെളിച്ചപ്പാടുകളുള്ളത്. മുഹമ്മദിനെ പോലെ 100 കണക്കിന് വെളിച്ചപ്പാടുകൾ അവിടെ പല ദൈവങ്ങളുടെയും വെളിപാട് പറഞ്ഞുകൊണ്ട് മക്കയിലും മദീനയിലും പരിസരത്തും ഉണ്ട്. ഇതേ കാര്യമാണ് മുഹമ്മദ് അവിടെ ചെയ്തത്. അതൊക്കെ വ്യാജ ദൈവങ്ങളാണെന്ന് പറയാൻ മുഹമ്മദ് ആ വ്യാജ ദൈവങ്ങളുടെ അതേ ടെക്നോളജിയാണ് അവിടെ ഉപയോഗിച്ചത്. വേറൊരു ഒറിജിനൽ ദൈവമാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായൊരു ടെക്നോളജി കൊണ്ട് വന്നിട്ട് ഈ ആളുകളത് വിശ്വസിപ്പിച്ചൂടെ? അല്ലെങ്കിൽ ആ ആളുകൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു അശരീരി കേൾപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആകാശത്തൊരു എഴുത്ത് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഈ പറയുന്നത് സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൂടെ? അങ്ങനെ ബോധ്യപ്പെടുത്തുന്നില്ല എന്ന ശാഠ്യം പിടിച്ചുകൊണ്ട് ഇയാളവിടെ ഒളിച്ചിരിക്കുക. എന്നിട്ട് ഇയാൾ ആരും കാണാത്ത ഏജൻറ്റുമാരെ തോട്ടിമ കെട്ടിയിട്ട് മെസ്സേജ് കൊടുത്തേക്കുക. എന്തിനാണ് ഈ കപട നാടകമൊക്കെ കളിച്ചിട്ട് പരീക്ഷണം നടത്തുന്നത്? അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ സ്വന്തം സൃഷ്ടികളായ ഈ മനുഷ്യന്മാർക്ക് അത് ബോധ്യപ്പെടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ കാണിക്കുന്നതിന് പരീക്ഷണം എന്ന് പറയുക, അതോ പൊറാട്ട് നാടകം എന്നാണോ പറയുക? ഇങ്ങനെ ഒരു പൊറാട്ട് നാടകം നടത്തിയിട്ട് ഈ പരീക്ഷണ മൃഗങ്ങൾ, നിരപരാധികളായ ഈ പാവങ്ങളെല്ലാം കൂട്ടത്തോടെ പിടിച്ച് തീയിലിട്ട് കരിച്ചിട്ട് ലോകം അവസാനിക്കാത്ത കാലം ആ പീഡനവും കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരാളെ കാരുണ്യവാൻ എന്ന് എങ്ങനെ വിളിക്കുക?
ദൈവം എന്ന് എങ്ങനെ വിളിക്കാം? അയാളെ നമുക്കൊരു സാഡിസ്റ്റ് എന്നോ ഒരു മനോരോഗി എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ യുക്തി അനുസരിച്ച് അതേ വിളിക്കാൻ പറ്റുള്ളൂ. തെളിവ് ചോദിച്ചതാണോ കുറ്റം? ഇത്തരം മനുഷ്യർ പരിശുദ്ധിയുടെയും ദൈവപ്രീതിയുടേതുമായ ഒരു ജീവിതമല്ല സ്വപ്നം കാണുന്നത്, ഭൗതികതയോടുള്ള അത്യാർത്തിയാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾക്ക് ആർക്കും ഭൗതികതയോടുള്ള ആർത്തി കൊണ്ടൊന്നുമല്ല ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്നത് ഇത് പൊട്ടത്തരാണെന്ന് ബോധ്യമായതുകൊണ്ടാണ്. തെളിവില്ലാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇതിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഏത് കഥയിലും നമുക്ക് വിശ്വസിക്കാം. മറ്റു മതക്കാർ പറയുന്ന കഥകളിൽ ആ മതക്കാർ വിശ്വസിക്കുന്നത് ഇതുപോലെ തെളിവില്ലാതെ വിശ്വസിക്കുന്നതാണ്. അത് അവരെ കുറ്റമല്ല, അവരുടെ സന്ദർഭവും സാഹചര്യവും അങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം ഇവിടെ 900 ഗൈബുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏത് ഗൈബ് നമ്മൾ തിരഞ്ഞെടുക്കും, എന്ത് മാനദണ്ഡം അനുസരിച്ച് തിരഞ്ഞെടുക്കും? നിങ്ങളുടെ ഇസ്ലാം മതമാണ് ക്രിസ്തു മതത്തേക്കാൾ നല്ലത് എന്നതിന് എന്ത് തെളിവാണുള്ളത്? ആ തെളിവ് നമ്മൾ എന്തുകൊണ്ടാണ് പരിശോധിക്കുക? നമ്മുടെ അടുത്തുള്ള ആകെയുള്ള ടൂള് നമ്മുടെ യുക്തിയാണ്. ആ യുക്തി കൊണ്ട് പരിശോധിക്കാൻ പറ്റില്ല. കാരണം ആ യുക്തിക്കൊന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനാണ് നിങ്ങൾ പറയുന്നത്. അതിൻ്റെ പേരാണ് ഗൈബ്. മനുഷ്യന് മനസ്സിലാവാത്ത, മനുഷ്യന് അറിയാൻ പറ്റാത്ത, മനുഷ്യന് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനാണ് ഗൈബിൽ വിശ്വസിക്കുക എന്ന ഈ ആജ്ഞ. അങ്ങനെയാണെങ്കിൽ ഏത് ഗൈബിലും വിശ്വസിച്ചുകൂടെ? ആ ഗൈബിൽ വിശ്വസിച്ചവൻ കുറ്റക്കാരനും ഈ ഗൈബിൽ വിശ്വസിച്ചവൻ പുണ്യം ചെയ്തവനും ആണ് എന്ന് പറയുന്നതിന് എന്ത് യുക്തിയുള്ളത്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗൈബല്ലേ സത്യം. ഇയാൾക്ക് ഇയാളുടെ ഗൈബ് സത്യമായതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ഗൈബും സത്യമല്ലേ. പിന്നെ അതിൽ ഏത് സത്യമാണ് യഥാർത്ഥ സത്യം എന്ന് ആർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? വിശ്വാസി സമൂഹത്തിലെ കരുത്തരായവരൊക്കെ ഇസ്ലാം എന്ന സത്യത്തിൽ ആകൃഷ്ടരായത് ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെയല്ല. അതിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നതാണ്. ശുദ്ധപ്രകൃതി പോയിട്ട് സാമാന്യ യുക്തിയുമായിട്ട് പൊരുത്തപ്പെടാത്ത കഥകളാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത്. ഏതായാലും ഈ ഒരു കമൻറ്റ് ഏറെക്കുറെ ഞാൻ പൂർണ്ണമായി വായിച്ച് വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവർത്തനങ്ങളല്ലാതെയുള്ള പുതിയ എന്തെങ്കിലും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കമൻറ്റുകളിലുണ്ടെങ്കിൽ ഞാൻ അതിനും കൂടി ഇതുപോലെ മറുപടി പറയാം അടുത്ത വീഡിയോയിൽ.